ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി ഈ കായത്തെ തന്നലിൽ വർഷം പകർന്നു ശാന. അയ്യോ, ഇതുപോലെ സുഖമുള്ള ജോലി രാത്രി 8 മണിയാകുമ്പോ പെണ്ണുമ്പിള്ള വിളിക്കാൻ പറ്റില്ല, പിരിവുകാര് വരില്ല, ആരും ശല്യം ചെയ്യാൻ പറ്റില്ല. ഇതുപോലൊരു സുഖം വേറൊരു പണിക്കും കിട്ടില്ല. മോളെ, അയ്യോ പെണ്ണുപിള്ളേ, നീ എവിടാ? കള്ളം പറയൂ. എന്നാ മിക്സി ഒന്ന് ഓൺ ചെയ്തോ, അങ്ങോട്ട് കേൾക്കട്ടെ. കേട്ടില്ലേ? ഇല്ല, ഒന്നുകൂടെ ഓൺ ചെയ്ത്. ആ ശരി ശരി, അവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഇന്നലെ എത്ര റീത്ത് വിറ്റ് കടയിൽ? ഒരു റീത്താ? പക്ഷെ ഇവിടെ 2 റീത്ത് വന്നല്ലോ. വേറെ ആരോ കട തുടങ്ങി കേട്ടോ. ഓക്കെ ഓക്കെ, ശരി എന്നാ, അപ്പൊ വെച്ചോ. ചേട്ടാ, എപ്പോഴും ഇങ്ങനെ ശവപ്പറമ്പിൽ കിടന്നാ മതിയോ? ഇടയ്ക്കൊക്കെ വീട്ടിൽ വന്നത് കിടക്കണ്ടേ? അവിടെ വന്നാലും നീ ശവം തരണല്ലോ. അടിക്കാം. അയ്യോ അയ്യോ, അടച്ചു വെച്ചേക്കാം. ഇവിടെ ആരും എഴുന്നേറ്റില്ലേ? എങ്ങനെ എഴുന്നേക്കാനാ? രാത്രി മുഴുവൻ മൊബൈലിൽ പണിയാ. കോളിംഗ് ബെല്ല് അടിക്കാം. ഇന്നിപ്പോ അതിനും കൂടുതൽ പൂണ്ടല്ലോ. എന്റെ ഭാര്യ കൊണ്ട് വെച്ചിട്ട് പോയതാ. അപ്പൊ ഭാര്യക്ക് നിങ്ങളോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു? സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, ഞാൻ ജീവിച്ചിരുന്നപ്പോ അവള് കച്ചിലിന്റെ താഴെ ഒരു കട്ടൻ ചായ പോലും കൊണ്ട് വെച്ചിട്ട് പൂ കൊണ്ട് വെച്ചേക്കുവാ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പൂക്കച്ചവടക്കാരനായിട്ട് ലൈനായിട്ടുണ്ടാവും പുള്ളിക്കാരി. അവനെ ഞാൻ ശരിയാക്കും. ഞാൻ എന്ത് ചെയ്യും? കൊല്ലും ഞാൻ അവനെ. ആത്മാവായോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓ നേരാണല്ലോ. നേരാണല്ലോ. എന്നെ എന്തിനാ വിളിച്ചേൽപ്പിച്ചത്? അത് എന്നെ ഓർക്കാൻ നീ ഇവിടെ ഉറങ്ങണം. അതിന് ഉറങ്ങിയിട്ട് വേണ്ടേ? ഉറങ്ങാൻ നീ എന്നെ എടുക്കുമെന്ന് ഇതിനകത്ത്. നമ്മുടെ സെക്യൂരിറ്റി ഇല്ലേ, ആ പുള്ളിക്കാരെ സ്മോളും കൊണ്ടുവന്ന് വെച്ച് ടച്ചപ്പിന്റെ ബർഗറും കൊണ്ടുവന്ന് വെച്ച് അടിച്ചിന്റെ മുകളിൽ കിടക്കുമല്ലേ, പിന്നെ ഞാനെങ്ങനെ ഉറങ്ങും? ബർഗറാന്ന് എങ്ങനെ മനസ്സിലായി? ടച്ചപ്പ് അകത്ത് കിടന്നാ കേൾക്കാലോ ബർഗറിന്റെ ഗിറുന്നുള്ള. പിന്നല്ലാതെ പിന്നെ ആകെ ഒരു ഐശ്വര്യം ഇവിടുന്ന് എഴുന്നേക്കുമ്പോ ഈ തെലുങ്ക് നടിയുടെ കല്ലറയിലേക്ക് നോക്കുമ്പോഴാണ്. ഞാൻ പുള്ളിക്കാരത്തിന്റെ പാട്ട് സീനം കണ്ടിട്ടുള്ളൂ. സിനിമ കണ്ടിട്ടില്ലേ? സിനിമയൊക്കെ മുഴുവൻ ഇടിയും ബഹളവും അല്ലടാ. വിശ്വസിക്കാൻ പറ്റുള്ളൂ. അമേരിക്ക ഇരിക്കുന്നവനെ ഇവിടുന്ന് കല്ലിനെറിഞ്ഞ് കൊല്ലുന്നതല്ലേ ആ സിനിമ. പാട്ട് കാണാൻ വലിയ കാണാനുണ്ട്. ഞാൻ പറയട്ടെ, നമ്മൾ എത്ര നാളെ അവിടെ വന്നു? നമ്മൾ വന്നിട്ട് 10-12 വർഷമായി. ഇന്നലെ ഒരുത്തം വന്ന് എന്റെ അടുത്തൊരു ചെറിയൊരു അഹങ്കാരം കാണിച്ചിട്ടാ പോയത്. എന്നാ പറഞ്ഞു? എന്റെ മുമ്പിൽ അവൻ മുണ്ടുപൊക്കി കുത്തിക്കൊണ്ട് ഒറ്റ പോക്ക്. അതിപ്പോ മുണ്ടും കുത്തി പൊക്കിക്കൊണ്ട് പോയി സീനോട്ടിക്ക് ഒരു ബഹുമാനം വേണ്ടേ? അതിപ്പോ എന്നാ നിനക്ക് എന്താ പറ്റിയത്? മുണ്ട് പൊക്കി കുത്തിയിട്ട് എനിക്ക് കുഴപ്പമില്ല, അടിയിൽ നിൽക്കണമെന്നുള്ളത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ചത്ത കളിക്ക് എന്തിനാണ് അവ കൂടുന്നത്? എന്റെ കാര്യമുണ്ടോ? അവനറിയായിരിക്കും. അറിയാം. പക്ഷേ ഇവിടെ മാത്രം ഇങ്ങനൊരു ഏർപ്പാടുള്ളൂ. ഇങ്ങനെ പുതിയ വരുന്നവന്മാരെ എന്താണെങ്കിലും ഒന്ന് റാഗിങ് ചെയ്തു. എന്റെ പേര് എന്റെ പേര് എന്റെ പേര് സിബി. വട്ടപ്പേര് പറ. വട്ടസിബി. തൈലക്കൊള്ള. നാളെ വരുമ്പോ ഈ മൂക്കിലെ പഞ്ഞി കാണരുത്. മൂക്ക് മനസ്സിലായോ? ഇത്ര കേസുള്ളൂ. ഇന്നലെ കൊണ്ടുപോയി കുത്തിയത് പുള്ളി അറിഞ്ഞു ഒന്ന് പാറ്റായിക്കൊണ്ട് വന്നില്ല.
നമ്മളൊക്കെ ഇവിടെ ഒന്നിച്ച് കഴിയേണ്ട ആൾക്കാരല്ലേ ചേട്ടായി? നമ്മളെ ഒന്നിച്ച് ചേട്ടായി ഒന്നുമില്ല. അല്ല, നമ്മളൊക്കെ ഒന്നിച്ച് കഴിയേണ്ടതല്ല, നമ്മളൊരു ഐക്യത്തിൽ പോകണല്ലോ. നമ്മൾ ചെറിയ റാഗിങ് ഈ പറപ്പനയച്ച് മാറ്റി ചേട്ടാ, ഞങ്ങൾ പറയല്ലേ ഈ പറപ്പയച്ചാൽ എന്തിനാ അവിടെ പെണ്ണുങ്ങൾ സിമിത്തേരിയുണ്ട്, അവിടെ പെണ്ണുങ്ങൾ കാണുന്നു. സ്ത്രീകളുടെ ആത്മാവ് കാണാൻ ജാൻസിയൊക്കെ മിനിഞ്ഞാന്ന് വന്നോളൂ. നിന്റെ അറിഞ്ഞിട്ടാ നീ ഇവിടെ തന്നെ വരണ്ടവനാണ്. പറയണം ദൈവമേ. പണ്ട് ബാങ്കിലെ സെക്യൂരിറ്റി അല്ലേ, അവിടെ കാവൽ നിന്നത് പണത്തിന്, ഇപ്പൊ പിണത്തിന്. പണമില്ലാത്തവൻ പിണത്തിന് തുല്യം. എല്ലാവരുടെ വിചാരം ഇവിടെ ഭയങ്കര പേടിയാണ്, യക്ഷിയുണ്ട്, അതുണ്ട് ഇതുണ്ട്. നമുക്ക് കുറച്ച് പേടി വന്നാൽ നമ്മൾ കാര്യം ചെയ്താൽ 2 വരിയും കണ്ട് വായിക്കുക. ദൈവത്തെ മനസ്സിൽ വിചാരിച്ചു എല്ലാ ഭയവും പ്രാർത്ഥിക്കാനുള്ള പരിപാടി പ്രാർത്ഥിക്കട്ടെ. വയറാണല്ലോ. എന്റെ പേര് ജോർജ്, 27 വയസ്സ്. അച്ഛനുമില്ല, അമ്മയുമില്ല. ഞാൻ MBBS വരെ പഠിച്ചു. എന്നെ വളർത്തി വലുതാക്കിയത് എന്റെ അമ്മാവനായിരുന്നു. അമ്മാവനും മരിച്ചു. അമ്മാവന്റെ മരണശേഷം ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ ഗഫൂർക്ക എന്നെ ഒരു വീട്ടിൽ ജോലിക്ക് നിർത്തി. ആ വീട്ടിലാണെങ്കിൽ ഒരു മതാലസ്യായ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. മതാലസ്യ. ഞാൻ ആ വീട്ടിൽ വൈകുന്നേരം വരെ ജോലി ചെയ്തു. വീട്ടിൽ പോകാൻ നേരം ആ ചേച്ചി എന്നോട് ചോദിച്ചു, ഇന്ന് വീട്ടിൽ പോകുന്നുണ്ടോ ഇന്ന്. പറയാം, ആ ചേച്ചി പൊന്ന്. എന്റെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടം, പോകണോ വേണ്ടയോ, പോകണോ വേണ്ടയോ. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, പോകുന്നില്ല. ഞാൻ രാത്രി ഉമ്മറത്തിരുന്നപ്പോൾ ചേച്ചി കുളിക്കാനായി കുളിമുറിയിൽ അങ്ങോട്ട് വന്നെ. എന്റെ മനസ്സിൽ ഏതോ ഒരു പിശാച് കടന്നുകൂടി. വേണോലോ. ഞാൻ ചേച്ചി കുളിമുറിയിൽ പോകുന്നത് കണ്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. നേരെ അടുക്കളയിൽ പോയി. എന്നാ പോക്കാ പോയത്? അടുക്കളയിലേക്ക് പോയി, ബാത്റൂമിലേക്ക് പോകണല്ലേ? അടുക്കളയിലേക്കാണ് സമയത്ത് പോണത്. അടുക്കളയിൽ പോയി ഒരു പഴം എടുത്ത് കഴിച്ചു. എന്നിട്ട് ഞാൻ അവിടെ അങ്ങ് ഇരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കുളിമുറിയിൽ നിന്നും ഒരു ഒച്ച, ഒരു സൗണ്ട്, ഒരു വിളി. ആ പുള്ളിക്കാരത്തിക്കുണ്ട് വിചാരം വികാരം. ഞാൻ അവിടെ നിന്ന് ഓടി നേരെ കുളിമുറിയുടെ ഫ്രണ്ടിൽ ചെന്നു. ഡോറിനടുത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു? മേലെ വെള്ളം അർപ്പിക്കാതെ പറയാൻ എന്നാ മനസ്സിലാവിയത്? അത്രയും വരെ കുന്നുവെച്ചിട്ട് അത് മുഴിപ്പിക്കാതെ. ഇതാണ് ഈ മദ്യത്തിന്റെ പ്രശ്നം. ഒന്നും അവൻ മുഴിപ്പിക്കത്തില്ല. അപ്പൊ പിന്നെ അങ്ങനെ വീട്ടിൽ പോകും. അതെ, വെറുതെ വീട്ടിൽ പോട്ടെന്ന് കാര്യം. കാണാൻ അപ്പൊ കുളിമുറിയുടെ ഡോറിൽ ഡോറിൽ ഡോറ് തള്ളി തന്നാൽ കേററിയാ. പിന്നെ വെള്ളടിക്കുക. പിന്നെ എന്താ ഇരുന്ന് ഈ കാണുന്നത്? പിന്നെയാണല്ലോ. എന്നാലും അവൻ കണ്ടത് എന്തായിരിക്കും? കണ്ടത് എന്താണെന്ന് വായിക്കാതെ അങ്ങോട്ട് വായിക്കല്ലേ കുറക്കണം. പിന്നല്ല ദേഷ്യം വരില്ല.
എത്ര പോയല്ലോ? 13. 14. 13 പാതാലം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന് കേൾക്കത്തില്ല. പിന്നെന്നാ? എന്റെ പേര് ജോർജ്. അവൻ ഒന്നേന്നോ തുടങ്ങുവാണല്ലോ. 27 വയസ്സ്. അത് കേട്ടോ. എന്റെ അച്ഛനുമില്ല അമ്മയുമില്ല. എന്നെ കൊന്നു ഒരാൾ പണിക്ക് നിർത്തി. ആ വീട്ടിലെ ചേച്ചി കുളിക്കാൻ പോയി. നീ എങ്ങനെയാണ് അച്ഛനമ്മ എന്താണത്? അതിന്റെ അവിടെ ചെന്ന് നിന്നു. ഇതൊക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്താന്ന് പറ. നിന്നെ കൊല്ലണം ആദ്യം. ഇല്ല, നേരത്തെ വായിച്ചത് അതല്ല ഞങ്ങളീ പറയണത്. കണ്ടു. അതാണ് ലാസ്റ്റ് ചെന്ന കണ്ട കാഴ്ച എന്തായിരുന്നു? അതാടാ, അതറിയാനാ ഞങ്ങൾ ഈ ചോദിക്കണത്. അവന്റെ കണ്ണുകൾ ചുവന്നു. ചുമത്തിൽ കാലത്തിന് കേറി ചെല്ലേ. നാളായി നേരത്തെ അങ്ങനെയുണ്ടല്ലോ. ഇവനെ കൊന്നിട്ടാണ് ഞാൻ ചാവുള്ളൂ. അറിയോ? ഈ നശിച്ചവനെ കൊന്നിട്ട് സുഹൃത്തും കൂടെ നാളെ ആവശ്യം വരും. ഇതിവിടെ തന്നെ വരും. എന്റെ കടയിൽ നിന്നല്ലേ പോണത്. അവൻ അങ്ങ് പോയി. എനിക്കെങ്ങനെ ജീവനുണ്ടായിരുന്നില്ലേ ഞാനിത് കല്യാണം കഴിച്ചത്. ഞാനും കെട്ടിയ അങ്ങനെ പറ്റും. അതിനെ പറ്റിയല്ല ഞാൻ കിട്ടും. ഞാൻ പറ്റും. എന്റെ അമ്മമാരെ അങ്ങനെ പറയല്ലേ. ഇതാരാണെന്നറിയോ? ആരാ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്നേഹിച്ച പെണ്ണെന്ന് പറഞ്ഞില്ലേ? അവളെന്തെങ്കിലും എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞില്ലേ? അവൾ എന്നെ കാണാൻ വന്നേക്കണ അറിയാവോ? നിങ്ങളുടെ നിങ്ങൾ പെങ്ങളായിട്ട് കാണണം. നിങ്ങൾ പെങ്ങളായിട്ട് കാണണം. സോറി പറയല്ലേ. എന്താ അവൾ എന്നെ അന്വേഷിക്കാം. ഇവിടെ ഉണ്ട്. ഇവിടെ നീ എവിടാ? ഇവിടെ നിന്നെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് നീ പറയുന്നേ? അവളെ ഇവിടെ നിപ്പുണ്ട്. നിന്റെ എല്ലാമായ ചേട്ടൻ. നീ എന്താ ഇങ്ങനെ മറഞ്ഞിരിക്കുന്നേ? മറിഞ്ഞു നിക്കല്ല. ഇതാ കിടക്കുന്നു നിന്റെ ആള്. എടുത്തോ. എത്ര നേരം ഞാൻ കാത്തിരിക്കുവാ. നീ ഒന്ന് വേഗം വാ. അതൊന്നും പറയടാ. വന്നത് ഇവിടെ റേഞ്ച് ഇല്ലാന്ന്. റേഞ്ച് കിട്ടുന്നില്ല. ഇത് എവിടെയാ നിൽക്കുന്നേ? ഹലോ എബി, നീ എവിടെയാ? നിന്റെ പേര് എബീന്നാണോ? അല്ല, എന്റെ പേര് സിബി. സിബി എന്നല്ലേ വിളിച്ചേ? അല്ലല്ല, സിബി എന്നായിരിക്കും. സിബിനെ വിളിക്കോളൂ. അല്ല, എബിന്നാണ്. എബി ചുമ്മാ എന്നെ പറ്റിക്കല്ലേ. എബി നീ എന്റെ മുന്നിൽ വരുന്നുണ്ടോ? എബി എവിടെ വരുന്നുണ്ടോ? എബി എബി എലീന, എബി എലീന, എബി എലി, എബി എലി. പേരൊന്ന് മാറ്റി പിടിക്കണ ഇവനാ എബി. കൊണ്ട് തലയും വെച്ചോണ്ട് വെരി നൈസ്. എന്റെ സങ്കല്പത്തിലുള്ള അതേ ആള്. എലീന, ആ, എന്റെ ഫേസ്ബുക്കിലെ ഫോട്ടോ ഷാരൂഖ് ഖാന്റെ. ആ. പക്ഷെ നേരിട്ട് കണ്ടപ്പോ എന്ത് തോന്നി? അയ്യോ, ഒരു ഇച്ചിരി പോന്ന മാറ്റം. ശരിക്കും ഒരു മിനിറ്റ്. വിഷമിക്കേണ്ട കാര്യമില്ല. ഷാരൂഖ് ഖാനെ പോലെ തന്നുണ്ട്. പണ്ടേ ഇവിടെ സൂചിപ്പിക്കാൻ പിടിക്കുക അറിയാവോ? എന്നെ കണ്ടുപിടി ഞാൻ ചാവുന്നവർ ഇവിടെ എന്നോട് പറഞ്ഞത് അരവിന്ദ് സ്വാമിയാണ്. അതെ കറക്റ്റ് അരവിന്ദ് സ്വാമിയാണ്. അതൊന്നും കുഴപ്പമൊന്നും അരവിന്ദ് സ്വാമിയാണ്. ആ കറക്റ്റാ. ചിലപ്പോഴൊക്കെ ഉള്ളൂ അങ്ങനെയും പറയും, നല്ല കാര്യം പറയും. അച്ഛോ, ഈ ജന്മത്തിലെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ? ഈ ജന്മത്തിൽ ഒന്നിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും നമ്മൾ ഒരുമിക്കും. ഈ ജന്മം തീർത്തിട്ട് നീ ഇങ്ങോട്ടല്ലേ പറഞ്ഞ നിന്നെ ഇവിടെ എത്തിയാൽ വലിച്ചു കീറും തന്നെയാണ്. അന്നേരം നീ ഈ ജന്മം ഞാൻ അടുത്ത ജന്മം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കും. എന്റെ എന്ത് വേണമെങ്കിലും ചോദിച്ചോ. എന്ത് വേണമെങ്കിലും ചോദിക്കാം. ചോദിച്ചോ. അല്ല, ആരെങ്കിലും ആയിട്ട് പ്രേമം ഉണ്ടായിരുന്നു? ഒരു പുരുഷൻ പോലെ ഇന്നേവരെ എന്നെ സ്പർശിച്ചിട്ട് പോലുമല്ലേ ബേ? എന്റെ ദൈവമേ, എന്നാ നുണയായി ഇവിടെ പറയണോ? ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ, മൂന്നാറ് ഇവിടൊക്കെ ലോഡ്ജിൽ പോയി 6 മാസം താമസിച്ചു തന്നെ ഭജന ഇരിക്കാൻ വേണ്ടി ആയിരുന്നു എന്റെ നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? വേറെ എത്ര സ്ഥലങ്ങളുണ്ട്. ഇവിടെ വന്ന് എന്നെ കാത്തിരിക്കാൻ സമയമുണ്ടോ? പാർക്കുണ്ട്, ബീച്ചുണ്ട്, എല്ലാ സ്ഥലങ്ങളെല്ലാം ഉണ്ടല്ലോ. ഇതെന്തിനാ ഈ ശ്മശാനം? അതെന്താന്നറിയോ? ഈ പാർക്കിലും ബീച്ചിലും ഒക്കെ പോയാൽ അവിടെയൊക്കെ ആൾക്കാരുടെ ശല്യമായിരിക്കും. ഇതിപ്പോ ഈ ശ്മശാനത്തിൽ ആരും വരത്തില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, പിന്നെ എനിക്ക് എബിയെ കൊണ്ടൊന്ന് സത്യം ചെയ്യിക്കണമായിരുന്നു. സത്യം ഇങ്ങനെ ചെയ്യിക്കാനല്ല. ഭയങ്കര നോട്ടിയാണല്ലോ. എനിക്കിത് ചിരിക്കല്ലോ, പേടിയല്ല. തീർച്ചയായും ഞാൻ സത്യം ചെയ്യിക്കാം. അതല്ല, ആ കാണുന്നില്ലേ, അതെന്റെ മുത്തശ്ശന്റെ കല്ലറയാണ്. എവിടെ? ആ കാണുന്നില്ലേ? അപ്പൊ എന്റെ മുത്തശ്ശന്റെ മുന്നിൽ
എബി എനിക്ക് സത്യം ചെയ്തു തരണം. ഒരു പുരുഷൻ കൂടെ സ്പർശിച്ചിട്ടില്ലാത്ത എന്നെ എബി കൈവിടില്ല എനിക്ക് സത്യം ചെയ്യണം. തീർച്ചയായും ഒരിക്കലും ഞാൻ നിന്റെ കൈ വീഴില്ല. കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കണ്ണാള കണ്ടപ്പാടി കട്ടിപ്പൂടിടാ കുട്ടിൽ വരി പൂട വരിയെ കട്ടിവിട്ട് കട്ടിപ്പൂടിടാ. നിന്റെ ആ ചുവന്ന വലയൊക്കെട്ടുണ്ടല്ലോ ഇപ്പൊ തന്നെ വെള്ള തലക്കെട്ടാവുക ഇവിടെ വട്ടം കേട്ടോ. അത് അടുത്ത മാസം വരും. അതിനടുത്ത മാസം കൊണ്ട് വരും. ഇതൊക്കെ മനസ്സിലാക്കിയാൽ മതി. നീ എന്ത് വെച്ചാൽ നീ എണ്ണിപ്പറക്കണത്? അല്ലല്ലോ നമ്മൾ സ്നേഹിച്ച ആത്മാർത്ഥമായിട്ടാണോ ഒന്ന് സ്നേഹിച്ചത്? ഇങ്ങനെ വരും നമ്മൾ ഓർത്തില്ലല്ലോ. നീ സംസാരിക്കും. നീ ആത്മഹത്യ തന്നെ ആത്മഹത്യ ചെയ്തോ? ആണല്ലോ. ആണത് നീ നിന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ആത്മഹത്യ ചെയ്തത്? ഇല്ല. നിന്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്തത്? അല്ലല്ലോ. നിന്റെ ഏതെങ്കിലും ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടാണോ ആത്മഹത്യ ചെയ്തത്? ആർക്കും വേണ്ടിയിട്ടല്ല. പിന്നെ നീ ആർക്ക് വേണ്ടി ആത്മഹത്യ ചെയ്തത്? അല്ല എന്റെ ജീവിതം ഇങ്ങനെ പൊക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞത് ജനിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും അല്ലാതെ പ്രേമം മണ്ണാൻ കെട്ടാന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്യുന്ന മണ്ടന്മാരും മണ്ടികളും ഉണ്ടല്ലോ ഈ നാട്ടില്. അവരൊന്ന് മനസ്സിലാക്കട്ടെ. ജോർജ് 27 വയസ്സ്. നമുക്കിതൊക്കെ ഉള്ളതാവേ.